ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയില്ല, സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന സോ കോൾഡ് ഫെമിനിസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ശ്രീലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം തന്തയെക്കുറിച്ച് പോലും തന്തയിലേമ്മ പറയുന്നതിനകത്ത് എക്സ്പേർട്ടാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ. സോ നാട്ടിലുള്ള സകല ആണുങ്ങളെ കുറിച്ചും അപരാധം പറഞ്ഞ് മടുത്ത ഇവര് ഇപ്പോൾ നാട്ടിലുള്ള സ്ത്രീകളുടെ മിക്കറ്റ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവരൊരു ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു ഇന്റർവ്യൂ നൽകി. ആ ഒരു ഇന്റർവ്യൂവിന്റെ പ്രസക്തമായിട്ടുള്ള ചില ക്ലിപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇവർ പറഞ്ഞു വെക്കുന്നത് സ്ത്രീകളുടെ ഓവുലേഷൻ ടൈമിൽ അവർക്ക് ഹൈപ്പറായിട്ടുള്ള കാമാസക്തി ഉണ്ടാവും. ആ ടൈമിൽ അത് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പുരുഷനെ കിട്ടിയാൽ മതി എന്നൊരവസ്ഥയിലേക്ക് സ്ത്രീകൾ പോകും. പക്ഷേ അത് കടിച്ചു പിടിച്ച് നിൽക്കുന്നവരാണ് ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും എന്നാണ് ഈ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ, അതായത് സ്ത്രീ സംരക്ഷകരായിട്ടുള്ള ആളുകൾ ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ ഇവർക്കെതിരെ ഒരക്ഷരം ശബ്ദിച്ച് കണ്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ശ്രീലക്ഷ്മി അറക്കലിനോട് പറയാനുള്ളത്, നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആരുടെയും വീട്ടിൽ നടക്കുന്നില്ല. നിന്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, അതായത് ഇങ്ങനെ കടി മൂക്കുമ്പോഴത്തേക്ക് വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരുത്തനെ വിളിച്ച് ബെഡ്റൂമിൽ കയറ്റി കാര്യം സാധിക്കുന്ന പരിപാടി നിന്റെ വീട്ടിലുണ്ടായിരിക്കും, ഞങ്ങളുടെ ആരുടെയും വീട്ടിലില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളുടെ തലയിലോട്ട് ഇതുകൊണ്ട് വെക്കണ്ട. എന്തുകൊണ്ടാണ് നിന്നെ പണ്ട് കൂട്ടി വിളിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ ഇത്തരം വാക്കുകൾ കൊണ്ടാണ്. സോ എനിക്കെന്തായാലും ഈ ഒരു വിഷയത്തിൽ അധികമായിട്ട് പ്രതികരിക്കാനുണ്ടെന്നും അറിയത്തില്ല. കാരണം ഇത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായിട്ട് അസ്ലാം മർലിൻ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ വന്നിട്ടുണ്ട്. ആ ചേച്ചിയുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതേപോലെ തന്നെ ഈ ശ്രീലക്ഷ്മിയുടെ ഈ ഒരു പരാമർശത്തെ കുറിച്ച് എൻ്റെ വീഡിയോ കാണുന്ന ഓരോ അമ്മ പെങ്ങന്മാരുടെ അഭിപ്രായം എന്താണ് എന്ന് ഒന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തണേ. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഒരു മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, അതും ഓവുലേഷനെ കുറിച്ചിട്ട്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും ആരും പറയില്ല, സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. വിളിച്ച ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്, പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആവണം. നമ്മളെ വായെ തോന്നിയൊന്നും വിളിച്ചു പറയരുത്. ഇതിപ്പോ നിങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. ഒരു ഓവുലേഷൻ ടൈമിൽ ഓക്കെ, ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഓവുലേഷൻ ടൈമിൽ സെക്സിനോടുള്ള ഇഷ്ടം വളരെ കൂടുകയും ആര് വേണമെങ്കിലായിട്ട് സെക്സ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയണത് ഓക്കെ, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു പ്രശ്നമല്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷെ വിവാഹം കഴിയാത്ത സ്ത്രീകൾ, പാർട്ട്ണർ ഇല്ലാത്ത സ്ത്രീകൾ, എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കരുത്. ഓവുലേഷൻ ടൈമിൽ ഒരു ടെമ്പററി ലിബിഡോ കൂടും എന്നുള്ളത് ശരിയാണ്. ഒരു സെക്ഷൽ ഫീല് ആ ഒരു ടൈമിൽ ഹോർമോണിന്റെ ചേഞ്ചസ് എല്ലാം കാരണം ഓവുലേഷൻ ടൈമിൽ കൂടും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരെയായിട്ടും സെക്സ് ചെയ്യാൻ തോന്നും എന്നല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ഓവുലേഷൻ ടൈമിൽ എനിക്ക് റാൻഡം ആയിട്ട് വന്ന സ്വിഗ്ഗി കൊണ്ടുവരുന്ന ചാറ്റിനോട്, അല്ലെങ്കിൽ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ വരുന്ന ആളോട്, വഴി പോകുന്ന ഒരാളോടൊക്കെ എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നും. എന്താണ് അത്? എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ സ്ത്രീയുടെ കാര്യമാണ് പറയെങ്കിൽ ഓക്കെ ഫൈൻ. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രിഫറൻസ്, കൺസെന്റ്, സേഫ്റ്റി, ബൗണ്ടറീസ് ഇതെല്ലാം കൂടിയിട്ടുള്ള, അല്ലാണ്ട് ഏതെങ്കിലും ഒരു റാൻഡം ഗൈനോട് തോന്നുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അട്രാക്ഷനെയും ഓവുലേഷനെയും ഒന്നും കൂട്ടി മിക്സപ്പ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. ഹോർമോൺസ് ചിലപ്പോൾ ഡിസയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എന്ന് വെച്ചിട്ട് അത് നമ്മളെ സ്റ്റാൻഡേർഡ്സ് ഇല്ലാതാക്കുന്നില്ല. നമ്മളുടേതൊരു വ്യക്തിത്വം ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കുന്നില്ല ഒരു ഓവുലേഷൻ ടൈമിൽ. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യമായിട്ട് സംസാരിക്കുക. ഒരിക്കലും ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി അതിൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും കംപ്ലീറ്റ് ശരിക്കും നോളേജബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഉള്ള ഫാക്ട്സ് മാത്രം സംസാരിക്കുക. ദയവ് ചെയ്ത് ഒരു സ്ത്രീനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ സ്ത്രീയുടെ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സ്യൂഡോ സയൻസ് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവും ഇതിലില്ല കേട്ടോ.
സോ ഇതാണ് അസ്ലാം മെർലിൻ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദിയാസനയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. അതിനകത്ത് ദിയാസന ഇവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കലിനെ. ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള ദിയാസനയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും അധികം സ്ത്രീവിരുദ്ധത പറഞ്ഞ ഈ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോഴുള്ള അഭിപ്രായം നിങ്ങളൊന്ന് പറയാണ്ട് തയ്യാറാവണം. കാരണം മറ്റൊന്നുമല്ല, ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഇത്തരത്തിൽ ഹൈപ്പർ ആയിട്ടുള്ള ഫീലിങ്സ് വെച്ചുകൊണ്ട് നടക്കുന്നവരാണ്, അല്ലെങ്കിൽ കാമം തലക്കി പിടിച്ചവരാണ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയെ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ദിയാസന സപ്പോർട്ട് ചെയ്യുന്നത്? ഇതുകൂടാതെ ഇവരുടെ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ആയിട്ട് വന്നിരിക്കുന്ന ക്ലിപ്പുകൾക്ക് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ ഫെമിനിസ്റ്റുകൾ അവരുമായിട്ട് സൗഹൃദമുള്ള പുരുഷന്മാർക്ക് ഭാഗ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇഷ്ടാനുസരണം ഇവരെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ നൽകാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ എനിക്കതൊന്നും ഇതിനകത്ത് വെക്കാണ്ട് താല്പര്യമില്ല. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ശ്രീലക്ഷ്മി അറക്കലിനോട് പറയാനുള്ളത്. നിങ്ങൾ ഫെമിനിസ്റ്റ് ആണ്, നിങ്ങളൊരു പക്ഷേ പലരെയും വിളിച്ച് വീട്ടിൽ കയറുന്നുണ്ടായിരിക്കും, അതേപോലെ ആയിരിക്കില്ല മറ്റുള്ള ആളുകൾ. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇത്തരം ടൈമുകളിൽ തോന്നുന്ന ഫീലിങ്സ് ആയിരിക്കില്ല മറ്റുള്ളവർക്ക് തോന്നുന്നത്. സോ എല്ലാത്തിനെയും ജനറലൈസ് ചെയ്ത്, അതായത് മൊത്തത്തിൽ പറയുന്നത് അവസാനിപ്പിക്കുക. ഏകവചനം മതി ഈ കാര്യങ്ങളിൽ, ബഹുവചനം വേണ്ട. കാരണം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നാട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്കും സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ സ്വന്തം തന്തയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ വൃത്തികൾ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. കടങ്കാവൽ സിനിമ കണ്ടേച്ച് വന്നിട്ട് പറഞ്ഞത് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളുണ്ട്, അവരൊക്കെ നല്ല റെസ്പെക്ട് നൽകിയാണ് അവരുടെ അച്ഛനെയും സഹോദരങ്ങളെയും കാണുന്നത്, ഭർത്താവിനെയും കാണുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ സ്ത്രീകളെ തല്ലിച്ചതയ്ക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇത്തരത്തിലുള്ള തരവഴികൾ വന്ന് വിളിച്ചു പറയുമ്പോഴത്തേക്ക് അത് ഏകവചനം മതി, ബഹുവചനം വേണ്ട. അതായത് എല്ലാത്തിനെയും ഒറ്റ കാറ്റഗറിയിൽ പെടുത്തരുത്. നിങ്ങളുടെ സ്വഭാവമല്ല ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്കും, അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതിനുശേഷം ഇത്തരത്തിലുള്ള വിഡിത്തങ്ങൾ വിളിച്ച് പുലമ്പുക. ചേച്ചിക്ക് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് കയറ്റുന്നേ, വല്ല മെനക്കേടും ഉണ്ടോ? നമ്മുടെ ഹെൽനോസ് പാട്ട കഴിഞ്ഞ ദിവസം പറഞ്ഞ നമുക്ക് അല്ല, ആൽക്കഹോളിക് വെതർ അല്ലടാ, രണ്ടര അടിച്ചോട്ടെ എന്ന് ഹെൽനോസ് പാട്ട ഒരു ഷോർട്സിനകത്ത് പറയുന്നത് കണ്ടു. അതാണ് ചേച്ചിക്ക് ഇഷ്ടമല്ലേ, ചേച്ചിയുടെ ശരീരമല്ലേ, ചേച്ചി എന്താന്ന് വെച്ചാൽ കാണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും തന്റെ ഇഷ്ടപ്രകാരം എങ്ങനെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവും കൂടി ഉണ്ട്, വേശ്യാവൃത്തി എന്ന് പറയുന്നത് ഒരു കുറ്റകരമായിട്ടുള്ള ക്രൈം അല്ലെന്ന്. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ചേച്ചിക്ക് ആവശ്യാനുസരണം എന്ത് വേണ്ടോ ആകാമല്ലോ. ഇനിയിപ്പം ചേച്ചിയുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു ആങ്കറിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിനോട് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്റർവ്യൂ എടുത്തിട്ടുള്ള മറ്റേ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പറേ കിട്ടും. വേണമെങ്കിൽ അതൊക്കെ വിളിച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ആക്കുക. അല്ലാതെ ഈ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും നിങ്ങളുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കരുത്. അത് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. സോ ഗൈസ്, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ സ്ത്രീ വിരുദ്ധത വന്നാലും എനിക്കെതിരെ കേസ് വന്നാലും എനിക്ക് ഈ സാധനത്തിൽ തമിഴ് പറയുന്ന പേരുണ്ട്, മൈ ഊട്ടി, അത്രേ ഉള്ളൂ. കാരണം ഇവിടൊക്കെ ഈ ഒരു സ്റ്റാൻഡേർഡ് അർഹിക്കുന്നുള്ളൂ. കാരണം ഇത്രയും തറയായിട്ട് സംസാരിക്കുന്നവരോട് ഒരിക്കലും സ്റ്റാൻഡേർഡായിട്ട് പെരുമാറാണ്ട് എനിക്ക് അറിയത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, ബൈ.